ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഓം ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര. ഗുരു സാക്ഷാത് പരബ്രഹ്മ. തസ്മൈ ശ്രീ ഗുരവേ നമ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ. രഘുനാഥായ നാഥായ സീതായ പദയേ നമ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. മക്കളെ, നമുക്ക് രാമായണം ആദ്യം സ്തുതിച്ചിട്ട് ചൊല്ലാം. എല്ലാവരെയും ഭഗവാനിൽ അർപ്പിക്കുന്നു. എല്ലാവരുടെയും കമൻസുകളൊക്കെ ഞാൻ വായിച്ചു ഭഗവാനിൽ അർപ്പിക്കുന്നു. ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു. എല്ലാവർക്കും നന്മയും ശാന്തിയും സമാധാനവും ഈശ്വരകൃപയും എല്ലാ നന്മകളും ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു. ഇന്ന് കർക്കിടകം 10-ാം ദിവസമാണ്. ബാലകാണ്ഡത്തിൽ ആദ്യത്തെ സ്തുതിപ്പ് നമുക്ക് ചൊല്ലാം. അധ്യാത്മരാമായണം, കിളിപ്പാട്ട്, ബാലകാണ്ഡം, ഹരിശ്രീ ഗണപതയെ നമ. അവിഘ്നമസ്തു. നമുക്ക് അയോധ്യകാണ്ഡവും ആണ് വായിച്ചുകൊണ്ടിരുന്നത്. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ. ശ്രീരാമ രമാപദേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ. ശ്രീരാമചരിതം നീ ചൊല്ലിടൂ മടിയാതെ. ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ. ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. ഭരതന്റെ വനയാത്രയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം അവസാനം കുറച്ച് വായിച്ചുകൊണ്ടിരുന്നത്. എല്ലാവരും കൂടെ ശ്രീരാമൻ്റെ അടുക്കലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പാണ്. ഭരതൻ എന്താ പറയുന്നത്? ഭഗവാൻ രാമനെ ആഗമിച്ചിടുവോളം ഞങ്ങൾ എന്താ ചെയ്യുക? ഭൂമിയിൽ തന്നെ ശയിക്കുന്നതേ ഉള്ളൂ. മൂലഫലങ്ങൾ പൂജിച്ച് ഭസ്മമൊക്കെ പൂശി വൽക്കലവും പൂണ്ട് താപസ വേഷവും ധരിച്ച് ജട പൂണ്ട് താപം കലർന്ന് വസിക്കുന്നതേ ഉള്ളൂ എന്നാണ് ഭരതൻ പറയുന്നത്. അങ്ങനെ അവർ യാത്ര തിരിക്കുകയാണ്. ഇത്തം ഭരതൻ പറഞ്ഞതു കേട്ടവരെത്രയും നന്നെന്ന് ചൊല്ലിടിനാർ. ചിത്തേ നിനക്കിതു തോന്നിയത് അത്ഭുതം. ഉത്തമന്മാരിലും അത്യുത്തമനല്ലോ നീ. സാധുക്കളേവം പുകഴ്ത്തുന്നതു നേരം ആദിത്യദേവനും ഉദിച്ചു. ഭരതനും ശത്രുഘ്നനോടുകൂടെ പുറപ്പെട്ടിതു. തത്ര സുമന്ത്ര നിയോഗേന സൈന്യവും സത്വരം രാമനെ കാൺമാൻ നടന്നിതു. ചിത്തേ നിറഞ്ഞു വഴിഞ്ഞ മോദത്തോടും രാജതാരങ്ങൾ കൗസല്യാദികൾ തഥാ രാജീവനേത്രനെ കാൺമാൻ നടന്നിതു. താപസശ്രേഷ്ഠൻ വസിഷ്ഠനും പത്നിയും താപസവൃന്ദേന സാഗം പുറപ്പെട്ടു. ഭൂമി കിളർന്നു പൊങ്ങിയിടും പൊടികളും വ്യോമനി ചെന്നു പരന്നു ചമഞ്ഞിതു. രാഘവാലോകനാനന്ദ വിവശരാം ലോകർ അറിഞ്ഞില്ല മാർഗഖേദങ്ങളും. രാഘവ ആലോകനാനന്ദ വിവശരാം ലോകരറിഞ്ഞില്ല മാർഗഖേദങ്ങളും. ശൃംഗിവേരാഖ്യാപുരം ഗമിച്ചിട്ടുടൻ ഗംഗാതടേ ചെന്നു നിന്നു പെരുമ്പട. കേകയപുത്രി സുതൻ പടയോടും ഇഞ്ഞാഗതനായി അതു കേട്ടു. ഗുഹൻ തഥാ ശങ്കിത മാനസനായി വന്നു
തന്നെ കിങ്കരന്മാരോട് ചൊന്നാനിതന്നേരം. ബാണചാപാതി ശസ്ത്രങ്ങളും കൈക്കൊണ്ട് തോണികളൊക്കെ ബന്ധിച്ചു സന്നദ്ധരായി നിൽപ്പിനെല്ലാവരും. ഞാൻ അങ്ങു ചെന്ന് കണ്ടിപ്പോൾ വരുന്നതുമുണ്ടു വൈകിടാതെ. അന്തികെ ചെന്നു വന്ദിച്ചാൽ അവനുടെ അന്തർഗതം അറിഞ്ഞിടുന്നതുണ്ടല്ലോ. രാഘവനോട് വിരോധത്തിനെങ്കിലോ പോകരുതാരും ഇവരിനി നിർണയം. ശുദ്ധരെന്നാകിൽ കടത്തുകയും വേണം പദ്ധതിക്കേതും വിഷാദവും കൂടാതെ. യുദ്ധം വിചാരിച്ചുറച്ചു ഗുഹൻ ചെന്ന് സത്വരം കാൽക്കൽ നമസ്കരിച്ചിടിനാൻ. നാനാവിധോപായനങ്ങളും കാഴ്ചവെച്ച ആനന്ദപൂർവം തൊഴുതു നിന്നിടിനാൻ. ശ്രീരാംബരം ഘനശ്യാമം ജടാധരം ശ്രീരാമമന്ത്രം ജപന്തം അനാരദം ധീരം കുമാരം കുമാരോപമം മഹാവീരം രഘുവര സോദരം സാനുജം മാരസമാന ശരീരം മനോഹരം. കാരുണ്യസാഗരം കണ്ടു ഗുഹൻ തഥാ ഭൂമിയിൽ വീണു. ഗുഹോ അഹം ഇത്യുക്ത്വാ പ്രണാമവും ചെയ്തു. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഭരതനും അന്നേരം ഉദ്ധാപ്യ ഗാഠം ആലിംഗ്യ രഘുനാഥ ഭക്തം വയസ്യ അനാമയ വാക്യവും ഉക്ത്വാ ഗുഹനോടു പിന്നെയും ചൊല്ലിനാൻ. ഉത്തമ പുരുഷോത്തം സരത്നം ഭവാൻ ആലിംഗനം ചെയ്തുവല്ലോ. ഭവാനെ ലോകാലംബന പൂതനാകിയ രാഘവൻ. ലക്ഷ്മി ഭഗവതി ദേവിക്കൊഴിഞ്ഞ് സിദ്ധിക്കുമോ മറ്റൊരുവർക്കും അതോർക്ക നീ. ധന്യനാകുന്നതു നീ ഭുവനത്തിങ്കൽ എന്നതിനില്ലൊരു സംശയം മത്സഖേ. സോദരനോടും ജനകാത്മജയോടും ഏതൊരിടത്ത് നിന്നൻപോട് കണ്ടിതു രാമനെ നീ. അവനെന്ത് സോദരനോടും ജനകാത്മജയോടും ഏതൊരിടത്ത് നിന്ന് അൻപോട് കണ്ടിതു രാമനെ നീ. അവൻ എന്തു പറഞ്ഞതും നീ മുതാ രാമനോടെന്തൊന്നു ചൊന്നതും. യാതൊരിടത്തുറങ്ങി രഘുനായകൻ സീതയോടും കൂടി നീ അവിടം മുതാ കാട്ടിത്തരിക എന്നു കേട്ടു ഗുഹൻ തഥാ വാട്ടമില്ലാതൊരു സന്തോഷചേതസ. ഭക്തൻ ഭരതൻ അത്യുത്തമനെന്നു തൻ ചിത്തെ നിരൂപിച്ചു ഉടൻ നടന്നിടിനാൻ. എത്ര സുപ്തോ നിശി രാഘവൻ സീതയാ തത്ര ഗത്വാ ഗുഹൻ സത്വരം ചൊല്ലിനാൻ. കണ്ടാലുമെങ്കിൽ കുശാസ്ത്രതം സീതയാ കൊണ്ടൽവർണ്ണൻ തൻ മഹാശയനസ്ഥലം. കണ്ടു ഭരതനും മുക്ത ബാഷ്പോദകം തൊണ്ട വിറച്ചു സകൽഗതം ചൊല്ലിനാൻ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. നമുക്ക് വേണ്ടിയല്ലേ ഇതെല്ലാം ഭഗവാൻ അന്ന് ചെയ്ത് കഷ്ടപ്പെട്ടത്. ഹാ സുകുമാരി മനോഹരി ജാനകി പ്രാസാദമൂർധനി സുവർണ തൽപസ്ഥലേ കോമളസിഗ്ധ ധവളാംബരാസ്ത്രതേ രാമേണ ശേദേ മഹാസുഖം സാ കഥം. ശേദേ കുശമയ വിഷ്ടരേ നിഷ്ഠുരേ ഖേദേന സീതാ മതിയാഗ്രജന്മനാ അദോഷകാരണാലെന്നത് ചിന്തിച്ചു അദ്ദേഹമാശു പരിത്യജിച്ചിടുവൻ. കിൽമിഷകാരണിയായ കൈകേയി തൻ ഗർഭത്തിൽ നിന്നു ജനിച്ചൊരു കാരണം ദുഷ്കൃതിയായ അതിപാപിയാം എന്നെയും ധിക്കരിച്ചിടിനേൻ പിന്നെയും. ജന്മസാഫല്യവും വന്നിത് അനുജന് നിർമ്മല മാനസൻ ഭാഗ്യവാൻ എത്രയും. അഗ്രജൻ തന്നെ പരിചരിച്ചെപ്പോഴും വ്യഗ്രം വനത്തിന് പോയത് അവനല്ലോ. ശ്രീരാമദാസദാസന്മാർക്കു ദാസനായി ആരൂഢഭക്തി പൂണ്ടേഷ ഞാനും സദാ നിത്യവും സേവിച്ചു കൊള്ളുവനെന്നാൽ വരും മർത്യജന്മത്തിൻ ഫലമെന്നു നിർണയം.
ചൊല്ലു നീ എന്നോട് എവിടെ വസതി കൗസല്യാതനയൻ അവിടേക്ക് വൈകാതെ ചെന്നു ഞാനിങ്ങ് കൂട്ടിക്കൊണ്ടുപോരും. അവൻ എന്നതു കേട്ടു ഗുഹനുമുര ചെയ്താൻ. ചൊല്ലു നീ എന്നോട് എവിടെ വസതി കൗസല്യാതനയൻ അവിടേക്ക് വൈകാതെ ചെന്ന് ഞാൻ ഇങ്ങ് കൂട്ടിക്കൊണ്ടു പോരുവനെന്നത് കേട്ടു ഗുഹനും ഉര ചെയ്താൻ. മംഗലദേവതാവല്ലഭൻ തങ്കലിൽ ഇങ്ങനെയുള്ളൊരു ഭക്തി ഉണ്ടാകയാൽ പുണ്യവാന്മാരിൽ വച്ച് അഗ്രേസരൻ ഭവാൻ നിർണയമെങ്കിലോ കേൾക്ക മഹാമതേ. ഗംഗാ നദി കടന്നാൽ അടുത്തെത്രയും മംഗലമായുള്ള ചിത്രകൂടാ അചലം തൻ നികടെ വസിക്കുന്നിതു സീതയാ തന്നുടെ സോദരനോടും യഥാസുഖം. ഇത്തം ഗുഹോക്തികൾ കേട്ടു ഭരതനും തത്ര ഗച്ഛാമഹേ ശീഘ്രം പ്രിയ സഖേ. തർത്തു അമർത്യ തടിനിയെ സത്വരം കർത്തു ഉദ്യോഗം സമർത്ഥോ ഭവാദ്യ നീ. ശ്രുത്വാ ഭരതവാക്യം ഗുഹൻ സാദരം ഗത്വാ വിബുധ നദിയെ കടത്തുവാൻ ഭൃത്യജനത്തോടുകൂടെ സസംഭ്രമം വിസ്താരയുക്തം മഹാക്ഷേപണീയുധം അഞ്ജസാകൂലദേശം നിറച്ചിടിനാൻ 500 തോണി വരുത്തി നിരത്തിനാൻ. ഊറ്റമായൊരു തുഴയും എടുത്ത് അതിലേറ്റം വലിയൊരു തോണിയിൽ താൻ മുതാ ശത്രുഘ്നെയും ഭരതനെയും മുനിസത്തമനായ വസിഷ്ഠനെയും തഥാ രാമമാതാവായ കൗസല്യ തന്നെയും വാമശീലാംഗിയാം കൈകേയി തന്നെയും ഉത്തമയാം സുമിത്രാദേവി തന്നെയും പൃഥ്വീശപത്നിമാർ മറ്റുള്ളവരെയും ഭക്തിയാ തൊഴുത് കരേറ്റി മന്ദം തുഴഞ്ഞസ്തഭീത്യാ കടത്തിടിനാനാദരാൽ. ഉംബർ തടിനിയെ കുമ്പിട്ട് അനാകുലം മുമ്പേ നടന്നിതു വൻപടയും തഥാ. ശീഘ്രം ഭരദ്വാജ താപസേന്ദ്ര ആശ്രമം വ്യാഘ്ര ഗോവൃന്ദപൂർണം വിരോധം വിനാ സംപ്രാപ്യ സംപ്രീതനായ ഭരതനും വൻപടയൊക്കവേ ദൂരെ നിർത്തിയിടിനാൻ. താനും അനുജനുമായി ഉടജാഗണേ സാനന്ദം ആവേശ നിന്നൂരനന്തരം ഉജ്ജ്വലന്തം മഹാതേജസം താപസം വിജ്വരാത്മാനാസീനം വിധി സമം ദൃഷ്ട്വാനമാമ സാഷ്ടാംഗം സസോദരം പുഷ്ടഭക്തിയാ ഭരദ്വാജ മുനീശ്വരം ജ്ഞാത്വാ ദശരഥനന്ദനം ബാലകം പ്രീതിവ പൂജയാമാസ മുനീന്ദ്രനും. ഹൃഷ്ടവാചാ കുശലപ്രശ്നവും ചെയ്തു ദൃഷ്ട്വാ തഥാ ജടാവൽക്കലധാരിണം. തുഷ്ടി കലർന്നരുൾ ചെയ്താൻ ഇതെന്തടോ കഷ്ടമി കോപ്പ് ഉപപന്നമൽ അല്ലൊട്ടുമേ. തുഷ്ടി കലർന്നരുൾ ചെയ്താൻ ഇതെന്തടോ കഷ്ടം ഈ കോപ്പ് ഉപപന്നം അല്ലൊട്ടുമേ. രാജ്യവും പാലിച്ചു നാനാജനങ്ങളാൽ പൂജ്യനായൊരു നീ എന്തിനായി ഇങ്ങനെ വൽക്കലവും ജടയും പൂണ്ട് താപസമുഖ്യ വേഷത്തെ പരിഗ്രഹിച്ചിടുവാൻ എന്തൊരു കാരണം വൻപടയോടും ആഹന്ത വനാന്തരെ വന്നത് ചൊല്ലു നീ. ശ്രുത്വാ ഭരദ്വാജവാക്യം ഭരതനവിധം മുനിവരൻ തന്നോട് ചൊല്ലിനാൻ. നിന്തിരുവുള്ളത്തിലേറാതെ ലോകത്തിൽ എന്തൊരു വൃത്താന്തമുള്ളൂ മഹാമുനി. എങ്കിലും വാസ്തവം ഞാൻ ഉണർത്തിപ്പനി സങ്കടം പോവാൻ അനുഗ്രഹിക്കണമേ. രാമ അഭിഷേക വിഘ്നത്തിനു കാരണം രാമപാദാബ്ജങ്ങളാണ്. തപോനിധേ ഞാനേതുമേ ഒന്നറിഞ്ഞില്ല. രാഘവൻ കാനനത്തിന് എഴുന്നള്ളുവാൻ മൂലവും കേകയപുത്രിയാം അമ്മ തൻ വാക്കായ കാകോള വേഗമേ മൂലം അതിനുള്ളൂ. ഇപ്പോൾ അശുദ്ധനോ ശുദ്ധനോ ഞാനതിന് പാദപത്മം പ്രമാണം ദയാനിധേ. പ്രണാമമല്ല പ്രമാണമാണ്. അദ്ദേഹത്തിനെ ഇതിന് മനസ്സിലാക്കാൻ പറ്റും. അതിൻ്റെ ഒരു പ്രമാണമുണ്ട്, ഉറപ്പ്. മഹാമുനിക്ക് അറിയാം തെറ്റ് ഇദ്ദേഹത്തിന് ഇല്ല. അതുകൊണ്ട് ഞാൻ അശുദ്ധനാണോ അതോ ഞാൻ ശുദ്ധനാണോ അങ്ങ് അവിടുത്തെ പാദപത്മമാണ് എൻ്റെ പ്രമാണം. എനിക്കുള്ള എൻ്റെ ഉറപ്പ് പ്രമാണം എഴുതി വയ്ക്കുന്നത് പോലെയാണ്. അവിടെ തീരുമാനിക്കുക സത്യം. അതാ ആ മഹാമുനിയോട് പറയുക. ഇപ്പോൾ അശുദ്ധനോ ശുദ്ധനോ ഞാൻ അതിന് പാദപത്മം പ്രമാണം ദയാനിധേ. ശ്രീരാമചന്ദ്രന് ഭൃത്യനായി തൽപാദവാരിത യുഗ്മം ഭജിക്ക എന്നിയേ മമ. മറ്റുള്ള ഭോഗങ്ങളാൽ എന്തൊരു ഫലം
മുറ്റും അതിനൊഴിഞ്ഞില്ലൊരു കാംക്ഷിതം. ശ്രീരാഘവൻ ചരണാന്തികേ വീണു സംഭാരങ്ങളെല്ലാം അവിടെ സമർപ്പിച്ചു. പൗരവസിഷ്ഠാദികളോടുകൂടവേ ശ്രീരാമചന്ദ്രന് അഭിഷേകവും ചെയ്തു. രാജ്യത്തിന് ആശ കൂട്ടിക്കൊണ്ടു പോയിട്ട് പൂജ്യനാം ജ്യേഷ്ഠനെ സേവിച്ചു കൊള്ളുവൻ. ഇങ്ങനെ കേട്ടു ഭരതവാക്യം മുനി മംഗലാത്മാനമേനം പുണർനീടിനാൻ. ചുംബിച്ചു മൂർധനി സന്തോഷിച്ചരുളിനാൻ. കിം ബഹുനാ വത്സാ വൃത്താന്തമൊക്കെ ഞാനദൃശ കണ്ടറിഞ്ഞിരിക്കുന്നിതു. മാനസേ ശോകമുണ്ടാകൊല കേൾക്ക നീ. ലക്ഷ്മണനേക്കാൾ നിനക്കേറുമേ ഭക്തി ലക്ഷ്മീപതിയായ രാമങ്കൽ നിർണയം. ലക്ഷ്മണനേക്കാൾ നിനക്കേറുമേ ഭക്തി ലക്ഷ്മീപതിയായ രാമങ്കൽ നിർണയം. ഇന്നിനി സൽക്കരിച്ചിടുവൻ നിന്നെ ഞാൻ വന്ന പടയോടുമില്ല ഒരു സംശയം. ഊണം കഴിഞ്ഞിങ്ങു ഉറങ്ങി പുലർകാലേ വേണം രഘുനാഥനെ ചെന്നു കൂപ്പുവാൻ. എല്ലാം അരുൾ ചെയ്ത വണ്ണം എനിക്ക് അതില്ല ഒരു വൈമുഖ്യമെന്നു ഭരതനും കാൽ കഴുകി സമാചമ്യ മുനീന്ദ്രന് ഏകാഗ്രമാനസനായ അതിവിദ്രുതം ഹോമഗേഹസ്ഥനായി ധ്യാനവും ചെയ്തിതു. കാമസുരഭിയെ തൽക്ഷണേ കാനനം ദേവേന്ദ്ര ലോക സമാനമായി വന്നിതു. ദേവകളായി ചമഞ്ഞു തരുക്കളും ദേവ വനിതമാരായി ലതകളും ഭവനാ വൈഭവം എത്രയും അത്ഭുതം. ഭക്ത പശ്യാദി പേയങ്ങൾ ഭോജ്യങ്ങളും ഭുക്തി പ്രസാധനം മറ്റും ബഹുവിധം ഭോജനശാലകൾ സേനാഗൃഹങ്ങളും രാജഗേഹങ്ങളും എത്ര മനോഹരം. സ്വർണരത്ന വ്രാത നിർമ്മിതമൊക്കവേ വർണ്ണിപ്പതന്നു പണിയുണ്ട് അനന്തനും. കർമ്മണാശാസ്ത്രദുഷ്ടേന വസിഷ്ഠനെ സമോദമോട് പൂജിച്ചിതു മുമ്പിനാൽ. പാച്ചാൽ സസൈന്യം ഭരതം സസോദരം ഇച്ഛാനുരൂപേണ പൂജിച്ച് അനന്തരം തൃപ്തരായി തത്ര ഭരദ്വാജ മന്ദിരേ സുപ്തരായ അമരാവതി സന്നിഭേ. പാച്ചാൽ സൈന്യം ഭരതം സസോദര ഇച്ഛാനുരൂപേണ പൂജിച്ച് അനന്തരം തൃപ്തരായി തത്ര ഭരദ്വാജ മന്ദിരേ സുപ്തരായ രാമരാവതി സന്നിഭേ. ദേവലോകം പോലെ എല്ലാം ആ കാമധേനു ധ്യാനിക്കുമ്പോൾ എല്ലാം അവിടെ ദേവലോകം പോലെ ആകും. ഭക്ഷണമെല്ലാം തയ്യാറാകും. അമരാവതി എന്ന് വെച്ചാൽ ദേവലോകം പോലെ സ്വർഗലോകം. ഉത്ഥാനവും ചെയ്തു ഉഷസി നിയമങ്ങൾ കൃത്വാ ഭരദ്വാജ പാദങ്ങൾ കൂപ്പിനാർ. താപസൻ തന്നോടനുജ്ഞയും കൈക്കൊണ്ട് ഭൂപതി നന്ദനന്മാരും പുറപ്പെട്ടു. ചിത്രകൂടാചലം പ്രാപ്യ മഹാബലം തത്ര പാർപ്പിച്ചു ദൂരെ കിഞ്ചിതന്തികേ. മിത്രമായോരു ഗുഹനും സുമന്ത്രനും ശത്രുഘ്നും താനുമായി ഭരതനും ശ്രീരാമ സന്ദർശനാകാംക്ഷയാ മന്ദമാരാഞ്ഞു. നാനാ തപോധന മണ്ഡലേ കാണാഞ്ഞ് ഓരോരോ മുനിവരന്മാരോട് താണു തൊഴുതു ചോദിച്ചു അത്യാദരം. പുത്ര വാഴുന്നു രഘൂത്തമനത്ര സൗമിത്രിയോടും മഹീപുത്രിയോടും മുതാ. ഉത്തമനായ ഭരതകുമാരനോടുത്തരം താപസന്മാരും അരുൾ ചെയ്തു. ഉത്തര തീരെ സുരസരിതസ്ഥലേ ചിത്രകൂട അദ്രിതൻ പാർശ്വേ മഹാശ്രമേ ഉത്തമ പുരുഷൻ വാഴുന്നതെന്ന് കേട്ടെത്രയും കൗതുകത്തോടെ ഭരതനും തത്രൈവ ചെന്ന നേരത്തു കാണായി വന്നത് അത്യത്ഭുതമായ രാമചന്ദ്രാശ്രമം. പുഷ്പഫലദലപൂർണ വല്ലീ തരു ശില്പരമണീയ കാനന മണ്ഡലേ ആമ്ര കദളീപ കുള പന ആമ്രാതക അർജുന നാഗ പുന്നാഗങ്ങൾ കേരപൂകങ്ങളും കോവിതാരങ്ങളും ഏരണ്ട ചമ്പക അശോക താലങ്ങളും മാലതി ജാതി പ്രമുഖ ലതാവലി ശാലികളായത മാലസാലങ്ങളും ഭൃംഗാതി നാനാ വിഹംഗ നാദങ്ങളും തുങ്കമാതങ്ക ഭുജംഗ പ്ലവങ്ക കുരങ്കാതി നാനാ മൃഗവ്രാത ലീലയും ഭംഗ്യ സമാലോക്യ ദൂരെ ഭരതനും വൃഷാഗ്ര സംലഗ്ന വൽക്കല അലങ്കൃതം പുഷ്കരാക്ഷാശ്രമം ഭക്തിയാ വണങ്ങിനാൻ.
വൃഷ അഗ്രസംലഗ്നവൽക്കല അലങ്കൃതം പുഷ്കരാക്ഷാശ്രമം ഭക്തിയാ വണങ്ങിനാൻ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഭാഗ്യവാനായ ഭരതനതു നേരം മാർഗരജസി പതിഞ്ഞു കാണായി വന്നു. സീതാ രഘുനാഥ പാദാരവിന്ദങ്ങൾ നൂതനമായ അതിശോഭനം പാവനം. അങ്കുശ അബ്ജ ധ്വജ വജ്ര മത്സ്യാദി കൊണ്ടങ്കിതം മംഗല ആനന്ദമഗ്നായി വീണുരുണ്ടും പണിഞ്ഞും കരഞ്ഞും തദാരേണു തൻ മൗലിയിൽ കോരിയിട്ടിടിനാൻ. ധന്യോഹം ഇന്നഹോ മുന്നം മയാകൃതം പുണ്യപൂരം പരം. ശ്രീരാമപാദ പത്മാഞ്ചിതം ഭൂതലമാരാൽ എനിക്ക് കാൺമാൻ അവകാശവും. ശ്രീരാമപാദ പത്മാഞ്ചിതം ഭൂതല ആരാൽ എനിക്ക് കാൺമാൻ അവകാശവും വന്നിതല്ലോ. മുഹുരിപ്പാദ പാംസുക്കൾ അന്വേഷണം ചെയ്തുഴലുന്നിതേറ്റവും. വേദാവും ഈശനും ദേവകദംബവും വേദങ്ങളും നാരദാദി മുനികളും യുദ്ധം ഓർത്ത് അത്ഭുത പ്രേമരസാപ്ലുത ചിത്തനായി ആനന്ദ ബാഷ്പാകുലാക്ഷനായി മന്ദമന്ദം പരമാശ്രമ സന്നിധോ ചെന്നു നിന്നോരു നേരത്തു കാണായിതു. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സുന്ദരം രാമചന്ദ്രം പരമാനന്ദം മന്ദിരം ഇന്ദ്രാദിവൃന്ദാരകവൃന്ദ വന്ദിത ഇന്ദിരാ മന്ദിരോരസ്ഥലം ഇന്ദ്രാവരജം ഇന്ദീവരോലോചനം ദൂർവാദള നിഭശ്യാമളം കോമളം പൂർവജം നീല നളിനദലേക്ഷണം രാമം ജടാമകുടം വൽക്കലാംബരം സോമബിംബാഭ പ്രസന്ന വക്ത്രാംബുജം ഉദ്യത്തരുണാ അരുണായുധ ശോഭിതം വിദ്യുൽ സമാകിയാം ജാനകിയായൊരു വിദ്യയുമായി വിനോദിച്ചിരിക്കുന്നൊരു വിദ്യോതമാനം ആത്മാനം അവ്യാകുലം. വക്ഷസി ശ്രീവത്സലക്ഷണാഭ്യയം ലക്ഷ്മീ നിവാസം ജഗന്മയനച്യുതം. ലക്ഷ്മണ സേവിത പാദ പങ്കേരുഹം ലക്ഷ്മണ ലക്ഷ്യസ്വരൂപം പുരാതനം. ദക്ഷാരി സേവിതം പശീന്ദ്രവാഹനം രക്ഷോ വിനാശനം രക്ഷാവിചക്ഷണം. ചക്ഷുശ്രവണപ്രവര പല്യംഗകം കുഷിസ്ഥിതാ അനേക പത്മജാഡംബരം കാരുണ്യപൂർണം ദശരഥ നന്ദന ആരണ്യവാസ രസികം മനോഹരം. ദുഃഖവും പ്രീതിയും ഭക്തിയും കൈക്കൊണ്ട് തൃക്കാക്കൽ വേണു നമസ്കരിച്ചേടി ഞാൻ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. രാമൻ അവനെയും ശത്രുഘ്നെയും ആമോദാലെടുത്ത് നിവർത്തി സസംഭ്രമം ദീർഘബാഹുക്കളാൽ ആലിംഗനം ചെയ്തു. ദീർഘനിശ്വാസവും അന്യോന്യം ഉൾക്കൊണ്ട് ദീർഘനേത്രങ്ങളിൽ നിന്ന് ബാഷ്പോദകം ദീർഘകാലം വാർത്ത് സോദരന്മാരെയും ഉത്സംഗസീമനി ചേർത്തു. പുനരഭിവത്സങ്ങളും അണച്ച് ആനന്ദപൂർവകം തൽസംഗമേറെയുള്ളൊരു സൗമിത്രിയും തൽസമയേ ഭരതാംഘ്രികൾ കൂപ്പിനാൻ. ശത്രുഘ്നം അതിഭക്തി കലർന്നു സൗമിത്രി തൻ പാദാംബുജങ്ങൾ കൂപ്പിയിടിനാൻ. ഉഗ്രതൃഷാർത്തമാരായ പശുകുലം അഗ്രേ ജലാശയം കണ്ട പോലെ തഥാ. പശുക്കള് ദാഹം വന്ന് ഓടി വെള്ളം കണ്ടാൽ എങ്ങനെ ആർത്തി കൊണ്ട് കുടിക്കുന്നത്. മധ്യാഹ്ന സമയത്തൊക്കെ പെരുത്ത ദാഹം ഒരു നദി കണ്ടാൽ പശുക്കൾ എങ്ങനെ ഓടി ആർത്തി പിടിച്ച് കുടിക്കുന്ന വെള്ളം അതുപോലെ ഭഗവാനെ കണ്ടപ്പോൾ അവർക്കെല്ലാം ആർത്തിയായി. ഉഗ്രതൃഷാർത്തമാരായ പശുകുലാഗ്രേ ജലാശയം കണ്ട പോലെ തഥാ വേഗേന സന്നിധോ ചെന്നാശു കണ്ടിതു. രാഘവൻ തൻ തിരുമേനി മനോധൃതം രോദനം ചെയ്യുന്ന മാതാവിനെ കണ്ടു പാദങ്ങളിൽ
നമിച്ചാൻ രഘുനാഥനും. എത്രയും ആർത്തി കൈക്കൊണ്ട് കൗസല്യയും പുത്രാനു ബാഷ്പധാര അഭിഷേകം ചെയ്തു ഗാഠം ആശിഷ്യ ശിരസേ മുകർന്നുടൻ ഊഢമോദം മുലയുന്നു ചുരന്നു തഥാ. അന്യരായുള്ളൊരു മാതൃജനത്തെയും പിന്നെ നമസ്കരിച്ചിടിനാൻ ആദരാൽ. ലക്ഷ്മണൻ താനും ഔവണ്ണം വണങ്ങിനാൻ ലക്ഷ്മി സമയായ ജാനകി തന്നെയും. ഗാഠം ആശ്ലിഷ്യ കൗസല്യാദികൾ സമാരൂഢഖേദം തുടച്ചിടിനാർ കണ്ണുനീർ. തത്ര സമാഗതം ദൃഷ്ട്വാ ഗുരുവരം ഭക്തിയാ വസിഷ്ഠം സാഷ്ടാംഗമാമാരുടൻ നത്വാ രഘുത്തമനാശു ചൊല്ലിടിനാൻ എത്രയും ഭാഗ്യവാൻ ഞാനെന്നു നിർണയം. താതന് സൗഖ്യമല്ലീ നിജ മാനസേ ഖേദമുണ്ടോ പുനരെന്നെ പിരികയാൽ താതന് സൗഖ്യമല്ലീ നിജ മാനസേ ഖേദമുണ്ടോ പുനരെന്നെ പിരികയാൽ. എന്തൊന്നു ചൊന്നത് എന്നോട് ചൊല്ലിടുവാൻ എന്ത് സൗമിത്രയെ കൊണ്ടു പറഞ്ഞതും. അതിന് ഉത്തരം ലക്ഷ്മണനോടാ പറഞ്ഞത്, ഭഗവാനോട് പറഞ്ഞില്ല. അച്ഛൻ മരിച്ചുപോയെന്ന് എടുത്തങ്ങ് പറഞ്ഞില്ല. അപ്പം അതൊക്കെ അറിയാം. രാമവാക്യം കേട്ട് ചൊന്നാൻ വസിഷ്ഠനും ധീമതാം ശ്രേഷ്ഠ താതോ ദന്തം ആശുക്കേൾ. നിന്നെ പിരിഞ്ഞ് അത് തന്നെ നിരൂപിച്ചു മന്നവൻ പിന്നെയും പിന്നെയും ദുഃഖിച്ചു. രാമേതി സീതേതി കുമാരേതി രാമേതി ലക്ഷ്മണേതി പ്രലാപം ചെയ്തു ദേവലോകം ചെന്ന് പുക്കാൻ അറിയ നീ. ദേവഭോഗേന സുഖിപ്പൂ സന്തുഷ്ടനായി. കർണശൂലാഭം ഗുരുവചനം സമാകർണ്യ രഘുവരൻ വീണിത് ഭൂമിയിൽ. കേട്ടപ്പോൾ തന്നെ ശൂലം ചെവിയിൽ ഗുരുവിൻ്റെ വചനം. പിതാവ് ദേവലോകത്തേക്ക് പോയി വിഷമിച്ച് സീതേ രാമ എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞു പോയി എന്ന് പറഞ്ഞപ്പോൾ കേട്ടുടനെ തന്നെ ഒരു ശൂലം തറച്ചതുപോലെ ശ്രീരമൻ തറയിൽ വീണു. കർണശൂലാഭം ഗുരുവചനം സമാകർണ്യ രഘുവരൻ വീണിതു ഭൂമിയിൽ. തൽക്ഷണം ഉച്ചേർ വിലാപിച്ചത് ഏറ്റവും ലക്ഷ്മണനോടും ജനങ്ങളും ദുഃഖം ആലോക്യ മറ്റുള്ള ജനങ്ങളും ഒക്കെ വാവിട്ടു കരഞ്ഞു തുടങ്ങിനാർ. ഹാ താതാ മാം പരിത്യജ്യ വിധിവശാലേതൊരു ദിക്കിന് പോയതയ്യോ ഭവാൻ. ഹാഹാ ഹതോഹം ഹതോഹം അനാഥോസ്മി മാം. ഇനി ഞാൻ അനാഥനായി. ഹതോ അഹം അനാഥോസ്മി മാം. ഇനി സ്നേഹേന ലാളിപ്പതാൽ അനുവാസരം. ദിവസേന എന്നെ ആരാ ലാളിപ്പിക്കുന്നത്? എന്നെ ലാളിക്കുന്നത് പിതാവേ. ദേഹമെന്നെ തെരിച്ചിടുന്നതുണ്ടു ഞാൻ, മോഹം എനിക്കിനിയില്ല ജീവിക്കയിൽ. സീതയും സൗമിത്രിതാനും ഔവണ്ണമേ രോദനം ചെയ്തു വീണിടിനാർ ഭൂതലേ. തദ്ദശായാം വസിഷ്ഠോക്തികൾ കേട്ടവരുൽത്താപം ഒട്ടു ചുരുക്കി മരുവീനാർ. മന്ദാകിനിയിലിറങ്ങി കുളിച്ചവർ മന്ദേതര ഉദകക്രിയം ചെയ്താർ. പിണ്ടം അതു സഹിതയും കുതി സൽഫല പിണ്യാക നിർമ്മിത അന്നം കൊണ്ടുവച്ചിതു. പിണ്യാക നിർമ്മിത അന്നം, ഒരു സൈസ് പിണ്ണാക്ക്, ഓടൽ പിണ്ണാക്കിൻ്റെ ഒരാഹാരമാണ്. അവിടേക്ക് അതേ ഉള്ളു. പിണ്ടം മധു സഹിതയും കുതി സൽഫല പിണ്യാക നിർമ്മിത അന്നം കൊണ്ടുവച്ചതു. യാതൊരു അന്നം താൻ ഭുജിക്കുന്നതും അത് നമ്മളെന്താണ് കഴിക്കുന്നത് അത് തന്നെ മതി. യാതൊരു അന്നം താൻ ഭുജിക്കുന്നതും അത് സാധനം നൽകൂ പിതൃക്കൾക്കും എന്നല്ലോ വേദസ്മൃതികൾ വിധിച്ചതെന്നോർത്ത് അതിഖേദേന പിണ്ടദാന അനന്തരം തഥാ സ്നാനം കഴിച്ചു പുണ്യാഹവും ചെയ്തതാ. സ്നാനാദനന്തരം പ്രാപിച്ചതാശ്രമം. അന്നുപവാസവും ചെയ്തതെല്ലാവരും വന്നുദിച്ചിടിനാൻ ആദിത്യദേവനും. മന്ദാകിനിയിൽ കുളിച്ചൂത്ത് സന്ധ്യയും വന്ദിച്ചു പോന്നാശ്രമേ വസിച്ചിടിനാർ. ഭരതരാഘവ സംവാദം. ഇനി ശ്രീരാമനും ഭരതനുള്ള സംവാദമാണ്. ശ്രീരാമനെ അഭിഷേകം ചെയ്യാനായിട്ട് ഒരുങ്ങുന്നു ഭരതൻ. രണ്ടുകൂടെ തർക്കിച്ച് അവസാനം ഭരതൻ തന്നെ ഭഗവാന്റെ പാദകം കൊണ്ടിഞ്ഞ് പോരും. അല്ലാതെ എന്ത് ചെയ്യാനാ? അന്നേരം ആശു ഭരതനും രാമനെ ചെന്നു തൊഴുതു പറഞ്ഞു തുടങ്ങിനാൻ. രാമ രാമ പ്രഭോ രാമ മഹാഭാഗ മാമക വാക്യം ചെവി തന്നു കേൾക്കണം. ഈ അടിയൻ അഭിഷേക സംഭാരങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്.
കൊണ്ടുവന്നിട്ട് അതുകൊണ്ട് ഇനി വൈകാതെ ചെയ്യുക വേണം അഭിഷേകവും പാലനം ചെയ്യുക. രാജ്യം രക്ഷിക്കൂ. തവ പൈത്രം യഥോചിതം ജ്യേഷ്ഠനല്ലോ ഭവാൻ. ക്ഷത്രിയാണാം അതിശ്രേഷ്ഠമാം ധർമ്മം പ്രജാപരിപാലനം. അശ്വമേധാദിയും ചെയ്തു കീർത്തിയാ ചിരം വിശ്വമെല്ലാം പരത്തി കുലതന്തവേ പുത്രരെയും ജനിപ്പിച്ചു രാജ്യം നിജ പുത്രങ്കലാക്കി വനത്തിന് പോകണം. വേണ്ടതൊക്കെ ചെയ്തിട്ട് മക്കളൊക്കെ ആയിട്ട് അവരെ ഏൽപ്പിച്ചിട്ട് വേണം വനത്തിൽ പോകാൻ. ഇപ്പോൾ അനുചിതം അത്രേ വനവാസം അത്ഭുത വിക്രമാനാഥ പ്രസീതമേ. ഉചിതമല്ല, അനുചിതമാണ്. മാതാവ് തന്നെ ദുഷ്കൃതം താവക ചേതസി ചിന്തിക്കരുതു ദയാനിധേ. ഭ്രാതാവു തന്നെ പാദാംബുജം ശിരസ്യാദായ ഭക്തി പൂണ്ടിത്തം അരുൾ ചെയ്തു. ദണ്ഡ നമസ്കാരവും ചെയ്തു നിന്നിതു പണ്ഡിതനായ ഭരതകുമാരനും. ഭ്രാതാവു തന്നെ പാദാംബുജം ശിരസ്യാദായ ഭക്തി പൂണ്ടിത്തം അരുൾ ചെയ്തു. ദണ്ഡ നമസ്കാരവും ചെയ്തു നിന്നിതു പണ്ഡിതനായ ഭരതകുമാരനും. ഉത്ഥാപ്യ രാഘവൻ ഉത്സംഗ ആരോപ്യ ചിത്തമോദേന പുണർന്നു ചൊല്ലിടിനാൻ. വാക്യം അത്ര കേട്ടാലും കുമാരാ നീ എത്തുയോക്തം മയാ തഥൈവ ശ്രുതം. താതൻ എന്നെ 14 സംവത്സരം പ്രീതനായി കാനനം വാഴുകെന്ന് ചൊല്ലിനാൻ. പിത്രാ നിനക്ക് രാജ്യം മാതൃസമ്മതം ദത്തമായി പുനരെന്നതു കാരണം. ചേതസാ പാർക്കിൽ നമുക്കിരുവർക്കും ഇത്താത നിയോഗം അനുഷ്ഠിക്കുകയും വേണം. യാതൊരുത്തൻ പിതൃവാക്യത്തെ ലംഘിച്ച് നീതിഹീനം വസിക്കുന്നതു ഭൂതലെ ജീവൻ മൃതനവൻ പിന്നെ നരകത്തിൽ മേവും മരിച്ചാലുമില്ലൊരു സംശയം. ആകയാൽ നീ പരിപാലിക്ക രാജ്യവും പോക ഞാൻ ദണ്ഡകം തന്നിൽ വാണിടുവൻ. രാമവാക്യം കേട്ടു ചൊന്നാൻ ഭരതനും കാമുകനായ താതൻ മൂഢമാനസൻ. ഭഗവാൻ ഇങ്ങനെ പറഞ്ഞു, നീ രാജ്യം പാലിക്കും, ഞാൻ ദണ്ഡകത്തിൽ പൊക്കൊള്ളാം. ഇത് കേട്ടപ്പോൾ എന്ത് പറയുന്നത്? കാമുകനായ താതൻ മൂഢമാനസൻ സ്ത്രീജിതൻ ഭ്രാന്തൻ ഉന്മത്തൻ വയോധികൻ രാജഭാവം കൊണ്ട് രാജസമാനസൻ. തന്റെ പറയുക ദശരഥ മഹാരാജനെ മരിച്ച് സ്വർഗത്തു ഇരിക്കുക. ചൊന്ന വാക്യം ഗ്രാഹ്യമല്ല മഹാമതി. എനിക്ക് ഇഷ്ടപ്പെടുന്ന കാര്യമല്ല ശ്രീരാമ മഹാമതി. പിതാവ് ഇങ്ങനെയൊക്കെയുള്ള മൂഢനും ശ്രീജിതനൊക്കെയാണ്. മന്നവനായി ഭവാൻ വാഴുക മടിയാതെ എന്നു ഭരതവാക്യം കേട്ടു രാഘവൻ പിന്നെയും മന്ദസ്മിതം ചെയ്തു ചൊല്ലിനാൻ. ഭൂമി ഭർത്ത പിത നാരീജിതനല്ല, കാമിയുമല്ല, മൂഢാത്മാവുമല്ല. കേൾ, താതൻ അസത്യഭയം കൊണ്ട് ചെയ്ത് അതിനേതുമേ ദോഷം പറയരുത് ഓർക്ക നീ. സാധുജനങ്ങൾ നരകത്തിലും അതിഭീതി പൂണ്ടിടും അസത്യത്തിൽ മാനസേ. അസത്യത്തിലാണ് ഭക്തന്മാർ ഭയക്കുന്നത്, സത്യത്തെ നിലനിൽക്കാൻ. അപ്പോൾ ആ പറയുന്ന വാക്ക് സത്യം, അത് വേണ്ടേ? അതുകൊണ്ടാണ് ഭയന്നിട്ടാണ്. സാധുജനങ്ങൾ നരകത്തിലും അതിഭീതി പൂണ്ട് ഇടും അസത്യത്തിൽ മാനസേ. എങ്കിൽ ഞാൻ വാഴ്വൻ വനേ നിന്തിരുവടി സങ്കടം എന്നിയേ രാജ്യവും വാഴുക. സോദരൻ യുദ്ധം പറഞ്ഞത് കേട്ടതി സാദരം രാഘവൻ താനും അരുൾ ചെയ്തു. രാജ്യം നിനക്കും എനിക്ക് വിപിനവും പൂജ്യനാം താതൻ വിധിച്ചതു മുന്നമേ. വ്യക്തിയമായി അനുഷ്ഠിച്ചാൽ നമുക്കത് സത്യവിരോധം വരുമെന്നു നിർണയം. എങ്കിൽ ഞാനും നിന്ദ്രവഴി പിന്നാലെ കിങ്കരനായ സുമിത്രാത്മജനെ പോലെ പോരുവൻ. കാനനത്തിന് അത് അരുതെങ്കിൽ ഞാനും ലക്ഷ്മണനെ പോലെ ദാസനായിട്ട് വന്നുകൊള്ളാം. എങ്കിൽ ഞാനും നിന്ദ്രവഴി പിന്നാലെ കിങ്കരനായി ദാസനായിട്ട് സുമിത്രാത്മജനെ പോലെ, ലക്ഷ്മണൻ എങ്ങനെ പോയത് അതുപോലെ പോരുവൻ. ഞാനും അങ്ങനെ വരാം. കാനത്തിന് അത് അരുതെങ്കിൽ ചേരുവൻ ചെന്ന് പരലോകമാശു. ഞാൻ നിത്യ ഉപവാസേന ദേഹം ഉപേക്ഷിപ്പതിന് നിത്യേവം ആത്മനെ നിശ്ചയിച്ച് അന്തികേ ദർഭ വിരിച്ചു കിഴക്ക് തിരിഞ്ഞു നിന്നപ്പോൾ വെയിലത്ത് ബുക്കു ഭരതനും ആത്മഹത്യ ചെയ്യാനായിട്ട്, അതായത് ദർഭയൊക്കെ വിരിച്ച് ദേഹം ഉപേക്ഷിക്കാൻ. അങ്ങനെ എന്നെ കൂടെ വനത്തിലേക്ക് ജ്യേഷ്ഠൻ്റെ കൂടെ ലക്ഷ്മണനെ കണക്ക് തന്നെ എന്നെ കൂടെ കൊണ്ടുപോയില്ലെങ്കിൽ ഞാൻ ദേഹം ഉപേക്ഷിക്കും. നിർബന്ധ ബുദ്ധി കണ്ടപ്പോൾ രഘുവരൻ തദ്ബോധനാർത്ഥം നയനാന്ത സഞ്ജയാ ചൊന്നാൻ ഗുരുവിനോടപ്പോൾ. കണ്ണ് കാണിച്ച് എന്തെങ്കിലും പറഞ്ഞ് മാറ്റാൻ വസുവിനോട് ശ്രീരാമൻ പറഞ്ഞു. അല്ല, കേൾക്കുന്നില്ലല്ലോ, നിർബന്ധം പിടിച്ചിരിക്കുകയല്ലേ കുഞ്ഞുങ്ങളെ പോലെ. അതുകൊണ്ട് നിർബന്ധ ബുദ്ധി കണ്ടപ്പോൾ രഘുവരൻ തദ്ബോധനാർത്ഥം നയനാന്ത സഞ്ജയാ ചൊന്നാൻ ഗുരുവിനോടപ്പോൾ.
വസിഷ്ഠനും ചെന്നു കൈകേയി സുതനോട് ചൊല്ലിനാൻ, മൂഢനായിടൊല കേൾക്ക നീ എങ്കിലോ ഗൂഢമായൊരു വൃത്താന്തം നിർവാത്മജ. രഹസ്യമായിട്ടൊരു കാര്യം ഉണ്ട്. രാമനാകുന്നത് നാരായണൻ പരൻ, താമരസോ ഉത്ഭവൻ അർത്ഥിക്ക കാരണം ബ്രഹ്മാവ് അർത്ഥിച്ചതുകൊണ്ട് ഭൂമിയിൽ സൂര്യകുലത്തിൽ അയോധ്യയിൽ ഭൂമി പാലാത്മജനായി പിറന്നിതു. രാവണനെ കൊന്ന് ധർമ്മത്തെ രക്ഷിച്ചു ദേവകളെ പരിപാലിച്ചു കൊള്ളുവാൻ യോഗമായ ദേവിയായത് ജാനകി, ഭോഗിപ്രവരനാകുന്നത് ലക്ഷ്മണൻ. ലോകമാതാവും പിതാവും ജനകജ രാഘവന്മാരെന്നറിയ വഴി പോലെ. രാവണനെ കൊൽവതിനു വനത്തിന് ദേവകാര്യാർത്ഥം പുറപ്പെട്ടു രാഘവൻ. മന്ധരാവാക്യവും കൈകേയി ചിത്ത നിർബന്ധവും ദേവകൃതമെന്നറിയ നീ. ശ്രീരാമദേവ നിവർത്തനത്തിങ്കിലുള്ള ആഗ്രഹം നീയും പരിത്യജിച്ചിടുക. കാരണ പുരുഷാനുജ്ഞയാ സത്വരം നീ രാജധാനിക്ക് പോകാമടിയാതെ. മന്ത്രികളോടും ജനത്തോടും അന്തമില്ലാതെ പടയോടും ഇപ്പോഴേ ചെന്ന് അയോധ്യാപുരിപുക്ക് വസിക്ക നീ. വന്നിടും അഗ്രജൻ താനും അനുജനും ദേവിയും 7 സംവത്സരാവധു. രാവണൻ തന്നെ വധിച്ചു സപുത്രകം യുദ്ധം ഗുരുകൃതികൾ കേട്ടു ഭരതനും. ചിത്തേ വളർന്നൊരു വിസ്മയം കൈക്കൊണ്ട് ഭക്തിയാ രഘൂത്തമ സന്നിധൗ സാദരം ഗത്വാ മുഹുർ നമസ്കൃത്വാ സസോദരം പാതുകാം ദേഹി രാജേന്ദ്ര രാജ്യായതേ. പാദബുദ്ധ്യാ മമ സേവിച്ചു കൊള്ളുവൻ. യാവത്തവ ആഗമനം ദേവദേവാമേ താവദേവാ അനാരദം ഭജിച്ചിടുവൻ. യാവത്തവ ആഗമനം ദേവദേവാമേ താവദേവാ അനാരദം ഭജിച്ചിടുവൻ. യുദ്ധം ഭരതോക്തി കേട്ടു രഘുത്തമൻ പുൽത്താരടികളിൽ ചേർത്ത മെതിയടി ഭക്തിമാനായ ഭരതന് നൽകിനാൻ. നത്വാ പരിഗ്രഹിച്ചിടാൻ തമ്പിയും. ഉത്തമ രത്ന വിഭൂഷിത പാതുക ഉത്തമാകെ ചേർത്തു രാമ നരേന്ദ്രനെ ഭക്തിയാ പ്രദക്ഷിണം കൃത്വ നമസ്കരിച്ചുദ്ധായ വന്ദിച്ചു ചൊന്നാൻ സകൽഗതം. മന്വബ്ദപൂർണേ പ്രഥമദിനെ ഭവാൻ വന്നതില്ലെന്ന് വന്നിടുകിൽ പിന്നെ ഞാൻ അന്യ ദിവസം ഉഷസി ജ്വലിപ്പിച്ച വന്നിയിൽ ചാടി മരിക്കുന്നതുണ്ടല്ലോ. ആ 14 വർഷം തികയുന്നതിൻ്റെ പിറ്റേന്ന് തന്നെ വന്നില്ലെങ്കിൽ തീയിൽ ചാടി ഞാൻ മരിക്കും എന്നതു കേട്ടു രഘുപതിയും നിജ കണ്ണുനീരം തുടച്ചൻപോട് ചൊല്ലിനാൻ. അങ്ങനെ തന്നെ ഒരന്തരമില്ലതിനങ്ങ് ഞാൻ അന്നു തന്നെ വരും നിർണയം എന്നരുൾ ചെയ്തു വിടയും കൊടുത്തിതു. ധന്യൻ ഭരതൻ നമസ്കരിച്ചിടിനാൻ. പിന്നെ പ്രദക്ഷിണവും ചെയ്തു വന്ദിച്ചു മന്ദേതരം പുറപ്പെട്ടു ഭരതനും. മാതൃജനങ്ങളും മന്ത്രിവരന്മാരും ഭ്രാതാവും ആചാര്യനും മഹാസേനയും ശ്രീരാമദേവനെ ചേതസി ചേർത്തുകൊണ്ട് ആരൂഢമോദന കൊണ്ടുപോയിടിനാർ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശൃംഗിവേരാധിപനായ ഗുഹനെയും മംഗലവാച പറഞ്ഞയച്ചിടിനാൻ. മുൻപിൽ നടന്നു ഗുഹൻ വഴികാട്ടുവാൻ പിമ്പേ പെരുമ്പടയും നടകൊണ്ടിതു. കൈകേയി താനും അനുവാദം കൊണ്ട് ശോകമകന്നു നടന്നു മകനുമായി. ഗംഗ കടന്നു ഗുഹാനുവാദേന 4 അംഗപ്പടയോടും കൂടെ കുമാരന്മാർ ചെന്ന അയോധ്യാപുരിപുക്ക്. രഘുവരൻ തന്നെയും ചിന്തിച്ച അനുദിനം ഭക്രിയാ വിശുദ്ധ ബുദ്ധിയാ പുരവാസികൾ നിത്യസുഖേന വസിച്ചതെല്ലാവരും. താപസവേഷം ധരിച്ചു ഭരതനും താവേന ശത്രുഘ്നും വ്രതത്തോടുടൻ ചെന്നു നന്ദിഗ്രാമം അൻപോട് പൊക്കിതു. വന്ദിതാനന്ദം ജഗദ്വാസികൾക്കെല്ലാം പാതുകം വച്ചു സിംഹാസനെ രാഘവ പാദങ്ങൾ എന്ന് സങ്കല്പിച്ചു സാദരം. ഗന്ധപുഷ്പാദ്യങ്ങൾ കൊണ്ട് പൂജിച്ചുകൊണ്ടന്തികെ സേവിച്ചു നിന്നാരിരുവരും. നാനാമുനിജന സേവിതനായൊരു മാനവവീരൻ മനോഹരൻ രാഘവൻ ജാനകിയോടും അനുജനോടും മുതാ മാനസാനന്ദം കലർന്നു ചില ദിനം. ചിത്രകൂട അചലേ വാണോരനന്തരം ചിത്തെ നിരൂപിച്ചു കണ്ടു രഘുവരൻ. മിത്രവർഗങ്ങൾ അയോധ്യയിൽ നിന്ന് വന്നെത്തും. ഇവിടെ ഇരുന്നാൽ ഇനി ഉടൻ സത്വരം ദണ്ഡകാരുണ്യത്തിനായിക്കൊണ്ട് ബദ്ധമോദം ഗമിച്ചിടുക വേണ്ടതും. ഇനി അവിടുന്ന് മാറാം, ഇല്ലെങ്കിൽ സ്ഥലം കണ്ടുപിടിച്ചുകൊണ്ട് അയോധ്യയിൽ നിന്ന് ആളുകളൊക്കെ വന്നുകൊണ്ടിരിക്കും. അത് നമുക്ക് എത്രയും പെട്ടെന്ന് അവിടുന്ന് മാറണം.
ഇത്തം വിചാര്യ ധരിത്രീസുതയും അത്യുത്തമനായ സൗമിത്രിയുമായും തഥാ തത്യാജ ചിത്രാകുട അചലം രാഘവൻ സത്യസന്ധൻ നടകൊണ്ടാൻ വനാന്തരേ. അത്രിയാശ്രമ പ്രവേശം. അത്രി മഹർഷിയുടെ ആശ്രമത്തിലേക്കാണ് പോകുന്നത്. അത്ര തന്നെ ആശ്രമം പൊക്കു മുനീന്ദ്രനെ ഭക്തിയാ നമസ്കരിച്ചു. രഘുനാഥനും രാമോഹം അദ്യ ധന്യോസ്മി മഹാമുനി ശ്രീമൽ പദം തവ കാണായ കാരണം. സാക്ഷാൽ മഹാവിഷ്ണു നാരായണൻ പരൻ മോക്ഷതനെന്നറിഞ്ഞു മുനീന്ദ്രനും. സാക്ഷാൽ മഹാവിഷ്ണു നാരായണൻ പരൻ മോക്ഷതനെന്നതറിഞ്ഞു മുനീന്ദ്രനും. പൂജിച്ചത് അർഘ്യപാദ്യാദികൾ കൊണ്ട് തം രാജീവലോചനം ഭ്രാതു ഭാര്യാന്യുതം. ചൊല്ലിനാൻ ഭൂപാലനന്ദനന്മാരോട് ചൊല്ലഴും എന്നുടെ പത്നിയുണ്ട് അത്ര കേൾ. എത്രയും വൃദ്ധ തപസ്സിനിമാരിൽ വച്ച് ഉത്തമയായ ധർമ്മജ്ഞ തപോധന പർണശാല അന്തർഗൃഹേ വസിക്കുന്നിതു ചെന്ന് കണ്ടാലും. ജനക നൃപാത്മജേ. ഭാര്യ അകത്തുണ്ട്, തപസ്യാണ്. സീതയെടുത്ത് പറഞ്ഞ് അവിടെ അകത്തുണ്ട്, പോയി കാണുക എന്നതു കേട്ടു രാമാജ്ഞയ ജാനകി ചെന്ന് അനസൂയ പദങ്ങൾ വണങ്ങിനാൾ. അത്രി മഹർഷിയുടെ ഭാര്യ അനസൂയ. വത്സേ വരികരികെ ജനകാത്മജേ സൽസംഗമം ജന്മസാഫല്യമോർക്ക നീ. നല്ല സജ്ജനങ്ങളുമായിട്ടുള്ള സത്സംഗം, അതിപ്പരം വേറെന്താ ജന്മസാഫല്യത്തിന് വേണ്ടത്? വത്സേ വരികരികെ ജനകാത്മജേ സൽസംഗമം ജന്മസാഫല്യമോർക്ക നീ. വത്സയെ പിടിച്ച് ചേർത്ത് ആലിംഗനം ചെയ്ത് തൽ സ്വഭാവം തെളിഞ്ഞു മുനിപത്നിയും. വിശ്വകർമാവിനാൽ നിർമ്മിതമായൊരു വിശ്വവിമോഹനമായ ദുകൂലവും കുണ്ടലവും അംഗരാഗവും എന്നിവ മടനാർത്ഥ അനസൂയ നൽകിയിടിനാൾ. നന്നു പാതിവൃത്തി ആശ്രിത്യ രാഘവൻ തന്നോട് കൂടെ നീ പോന്നതും ഉത്തമം. കാന്തിക്ക് നിനക്ക് കുറയായി ഒരിക്കലും ശാന്തനാകും തവ വല്ലഭൻ തന്നോടും. ചെന്നു മഹാരാജധാനി അകമ്പുക്ക് നന്നായി സുഖിച്ച് സുചിരം വസിക്ക നീ. യുദ്ധം അനുഗ്രഹവും കൊടുത്താതരാൽ ഭർത്തൃരഗ്രേ ഗമിക്കെന്നയച്ചിടിനാൾ. പൃഷ്ടമായി മൂവരെയും ഭുജിപ്പിച്ചഥ തുഷ്ടി കലർന്നു തപോധന അത്രിയും. ശ്രീരാമനോട് അരുൾ ചെയ്തു ഭവാനഹോ നാരായണനായതെന്നറിഞ്ഞീനഹം. അദ്ദേഹവും ജ്ഞാനദൃഷ്ടി കൊണ്ട് അറിഞ്ഞ് ഭഗവാനാണ് ശ്രീരാമൻ നാരായണനാണെന്ന് അറിഞ്ഞനഹം. നിൻ മഹാമായ ജഗത്രയവാസിനാം സമ്മോഹകാരണിയായതു നിർണയം. ഇത്തരം അത്രിമുനീന്ദ്രവാക്യം കേട്ട് തത്ര രാത്രോ വസിച്ചു രഘുനാഥനും. ദേവൻ ഉമാദേവിയോട് അരുളി ചെയ്ത് ദേവം എന്നാൽ കിളിപ്പൈതലക്കാലമേ. ഇതെല്ലാം മഹാദേവൻ ഉമാദേവിക്ക്, അത് പാർവതിദേവിക്ക് കൊടുക്കുന്ന ഉപദേശങ്ങളായി ശ്രീരാമ ഭഗവാന്റെ ഈ കഥ. ദേവൻ ഉമാദേവിയോട് അരുളി ചെയ്ത് ദേവം എന്നാൾ കിളിപ്പൈതലക്കാലമേ. ഇത്യധ്യാത്മരാമായണേ ഉമാമഹേശ്വര സംവാദേ അയോധ്യാകാന്ഡം സമാപ്തം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. എല്ലാവർക്കും നമസ്കാരം.